കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുക തന്നെയാണ്. നിലമ്പൂരിൽ ജൂൺ 19-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ജൂൺ 23-ന് വോട്ടെണ്ണലാണ്. CPM സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത് തന്നെ. അതിനാൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി തന്നെയാണ് ഇത്. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നതിനാൽ തന്നെ LDF-നും UDF-നും ഏറെ നിർണായകം തന്നെയാണ് നിലമ്പൂരിലെ ജനവിധി. സംസ്ഥാന സർക്കാരിനോടും CPM-നോടും കലഹിച്ച് തന്നെയാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. കേരള പോലീസിൽ അഴിമതിക്കാരും കൊട്ടേഷൻ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചായിരുന്നു അൻവർ കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ അൻവർ DMK എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് കോട്ടയായിരുന്ന നിലമ്പൂർ മുൻ കോൺഗ്രസുകാരനായ അൻവറിലൂടെ CPM പിടിച്ചെടുക്കുന്നത് 2016-ലാണ്. പിന്നീട് 2021-ലും അൻവറിലൂടെ നിലമ്പൂർ CPM നിലനിർത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ട് അൻവറിന് CPM-ഉം CPM-ന് അൻവറും അനഭിമതനായിട്ടുണ്ടായിരുന്നത്. മണ്ഡലത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാലി എന്ന ഏറനാടിന്റെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മണ്ഡലം എന്നതായിരുന്നു നിലമ്പൂരിന്റെ വിശേഷണം തന്നെ. 1965-ലും 67-ലും കുഞ്ഞാലിയാണ് നിലമ്പൂരിന്റെ MLA ആയത്. എന്നാൽ കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെയാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞത്. 65 തൊട്ട് മത്സര രംഗത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദായി പിന്നീട് നിലമ്പൂരിന്റെ നേതാവ്. കുഞ്ഞാലി വധക്കേസിൽ ഉൾപ്പെട്ടതോടെ ഇടയ്ക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിന്നുവെങ്കിലും 87-ൽ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 91, 96, 2001, 2006, 2011 തെരഞ്ഞെടുപ്പുകളിൽ ആര്യാടൻ മുഹമ്മദിന് മണ്ഡലം തുടർച്ചയായ വിജയം സമ്മാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുള്ള മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായി ഉയർന്നു വരാനും ആര്യാടന് ഇതുവഴി സാധിക്കുകയായിരുന്നു. ഒരേ മുന്നണിയിലായിരുന്നിട്ടും ലീഗിനോട് പോരടിച്ചുകൊണ്ടായിരുന്നു ആര്യാടന്റെ പ്രവർത്തനം. 2016-ൽ ആര്യാടൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറി തന്റെ സീറ്റ് മകൻ ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസിനും ആര്യാടനും ഒരുപോലെ കണക്ക് പിഴയ്ക്കുകയായിരുന്നു. CPM പയറ്റിയ സ്വതന്ത്രതന്ത്രം അന്ന് വിജയം കണ്ടു. പതിറ്റാണ്ടുകൾ സ്വന്തം കുത്തകയാക്കി വെച്ച നിലമ്പൂർ ആര്യാടനും കോൺഗ്രസിനും നഷ്ടപ്പെടുകയായിരുന്നു. 2016-ൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM പിന്തുണയോടെ അൻവർ വിജയിച്ചു വന്നത്. ഇതിന് പിന്നാലെ CPM സൈബർ ഇടത്തിലെ പോരാളിയായി അൻവർ മാറുകയായിരുന്നു. 2021-ൽ CPM വീണ്ടും അൻവറിന് സീറ്റ് കൊടുത്തു. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനായില്ല എങ്കിലും PV പ്രകാശിനെ 2794 വോട്ടിനെ പരാജയപ്പെടുത്തിയാണ് അൻവറും CPM-ഉം വിജയ തുടർച്ച നേടിയിട്ടുണ്ടായിരുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയിൽ അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുക്കൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നത് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം.